നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആത്മകഥാ വിവാദം പാർട്ടിയിൽ വിശദീകരിക്കാൻ ഇ പി ജയരാജൻ നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇ പി സ്വന്തം ഭാഗം വ്യക്തമാക്കും. വിവാദത്തിൽ ഇ പി ജയരാജനോടോ ദേശാഭിമാനി ലേഖകനോടോ വിശദീകരണം തേടിയിട്ടില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ലെന്നും താൻ എഴുതിയത് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഉലഞ്ഞു പാർട്ടി. തള്ളിപ്പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ പാർട്ടിയെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത്. വിവാദഭാഗങ്ങൾ പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ ഇതേ ഉള്ളടക്കത്തോടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നു. വിവാദ ഉള്ളടക്കം തയ്യാറാക്കിയതാര്? തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചോർന്നത് എങ്ങനെ? ഇക്കാര്യങ്ങൾ CPIM പരിശോധിക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം. ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കുറിപ്പുകൾ തയ്യാറാക്കാൻ ഇ പി സഹായം തേടിയ ദേശാഭിമാനി ലേഖകനോടും CPIM വിശദീകരണം തേടിയിട്ടില്ല. ജയരാജൻ പറഞ്ഞല്ലോ ഞാൻ എഴുതിയതോ പറഞ്ഞതോ അല്ലെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയരാജൻ അവിടെ വിശദീകരിക്കും. ഇല്ല, എന്തിനു വിശദീകരണം ചോദിക്കേണ്ട കാര്യം? CPIM ചോദിച്ചിട്ടില്ല. ആത്മകഥാക്കുറിപ്പുകൾ തയ്യാറാക്കിയതിൽ പാർട്ടി വിശദീകരണം തേടിയെന്ന വാർത്ത ദേശാഭിമാനി ലേഖകൻ M രഘുനാഥ് നിഷേധിച്ചു. എന്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ഒരു വിശദീകരണം തേടിയിട്ടില്ല. എനിക്ക് ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന വിവാദ സാധനം ഞാൻ കണ്ടിട്ടില്ല. DC ബുക്സുമായി കരാറില്ലെന്നും പാർട്ടി പരിശോധിച്ച ശേഷമേ തനിക്ക് പുസ്തകം പ്രസിദ്ധീകരിക്കാനാകൂ എന്നും ഇ പി ജയരാജൻ. ഇവിടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു കാര്യവും എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതല്ല. ഞാൻ എൻ്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല. തയ്യാറായി കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ കോപ്പി എൻ്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇനി അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ. വിവാദങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് ഇ പി ജയരാജൻ DGPക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് DGP നിർദ്ദേശം നൽകി. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക. 24 കണ്ണൂർ. ആത്മകഥാ വിവാദത്തിൽ ഫേസ്ബുക്കിലെ വിശദീകരണത്തിനപ്പുറം പ്രതികരിക്കാനില്ലെന്ന് DC ബുക്സ് CEO രവി DC. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ മാനിക്കുന്നെന്നും രവി DC പറഞ്ഞു. DC ബുക്സിന് ഇതേപ്പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് സംസ് അപ്പ് വാട്ട് വി ഹാവ് ടു സേ. അതാണ് എനിക്ക് പറയാനുള്ളത്. നൈദർ വി ആർ ഓൺലി ഫെസിലിറ്റേറ്റേഴ്സ്. നമ്മളില്ലാത്തത് ഏതൊരു പബ്ലിക് ഫിഗറും അല്ല, മറ്റേതുമല്ല. അതുകൊണ്ട് തന്നെ വി ഡു റെസ്പെക്ട് ദ പബ്ലിക് ഫിഗർ, പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിൽക്കുന്നവരെ റെസ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമന്റ്സ് ആർ റിസർവ്ഡ് ആക്ച്വലി. താങ്ക് യു. ഇ പി ജയരാജന്റെ ആത്മകഥ DC ബുക്സിന് പ്രസിദ്ധീകരണത്തിന് നൽകില്ല. പ്രസാധനത്തിന് മാതൃഭൂമിക്കാണ് മുൻഗണനയെന്ന് ഇ പി ജയരാജൻ. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വിവാദത്തിലാക്കിയതിനാലാണ് DC ബുക്സിനെ ഒഴിവാക്കിയത്. ആത്മകഥാ പ്രകാശനം പാർട്ടി ചടങ്ങാക്കി വിവാദം അവസാനിപ്പിക്കാനാണ് തീരുമാനം. കനത്ത മഴയെ തുടർന്ന് ഇ പി ജയരാജന്റെ പാലക്കാട്ടെ പ്രചാരണ പൊതുയോഗം തടസ്സപ്പെട്ടു. ഇ പിയുടെ പ്രസംഗം തുടങ്ങി മിനിറ്റുകൾ പിന്നിട്ടപ്പോഴേക്കും മഴ ശക്തമായി. അല്പനേരം വേദിയിലും പിന്നെ കുറച്ചുനേരം കാറിലും കാത്തിരുന്നെങ്കിലും മഴ ശമിച്ചില്ല. ഡോക്ടർ സരിൻ അനുകൂലമായിട്ടുള്ള വലിയ മാറ്റങ്ങളാണ്, ചിന്തകളാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ സരിൻ ഉത്തമനായൊരു സ്ഥാനാർത്ഥിയാണ്. അറിഞ്ഞോ അതോ അറിയാതെയോ പുറത്തുവന്ന ആത്മകഥയിലെ ഡോക്ടർ പി സരിനെതിരായ പരാമർശമുണ്ടാക്കിയ വിവാദം ഒഴിവാക്കാൻ പ്രായശ്ചിത്തമെന്നോണമാണ് ഇ പി ജയരാജനെ തിടുക്കത്തിൽ പാലക്കാട് എത്തിച്ചത്. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയല്ലെങ്കിലും ഇ പിക്കായി പൊതുയോഗം സംഘടിപ്പിക്കുകയായിരുന്നു. ഇതാണ് മഴയിൽ കുതിർന്ന് തടസ്സപ്പെട്ടത്. ഡോക്ടർ സരിന് അവരുടെ നിലപാടുകളോട് കൂടുതൽ യോജിക്കാൻ കഴിയാതെ വന്നു. തെറ്റായിട്ടുള്ള നിലപാടുകളും വർഗീയ ചിന്തകളും ഒക്കെ കോൺഗ്രസിനകത്ത് തലമുക്കി. അതിന്റെ ഫലമായിട്ട് തന്നെ മഴയിപ്പം പോകും. മഴ ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞ് കേൾവിക്കാരെ പിടിച്ചിരുത്താൻ ഇ പി ശ്രമിച്ചെങ്കിലും പ്രകൃതി കരിഞ്ഞില്ല. മഴ തിമിർത്തു പെയ്തു. മഴ ശമിക്കുമെന്ന് കരുതി കുറച്ചുനേരം വേദിയിലും പിന്നെ കാറിലും ഇ പി കാത്തിരുന്നു. നിരാശയായിരുന്നു ഫലം. മഴ തൂരുന്ന മട്ടില്ലെന്ന് കണ്ടതോടെ മടങ്ങി. വിവാദമില്ലെന്ന് പ്രചരിപ്പിക്കാൻ സ്ഥാനാർത്ഥിയും ഇ പിയും ഒന്നിച്ച് പടമെടുക്കാൻ കാത്തിരുന്ന സംഘാടകരും നിരാശരായി. 24 പാലക്കാട്. മുണ്ടക്കൈ
മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന് കേന്ദ്രം. നിലവിലെ മാനദണ്ഡങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വ്യവസ്ഥയില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് വ്യക്തമാക്കി. കേരളത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ആവശ്യത്തിന് പണമുണ്ടെന്നും ഡൽഹിയിലെ കേരള സർക്കാർ പ്രതിനിധി കെ വി തോമസിന് നൽകിയ മറുപടിയിൽ കേന്ദ്രം പറയുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തിലാണ് കേന്ദ്രത്തിന്റെ മറുപടി. SDRFന്റെയും NDRFന്റെയും നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളിൽ ഒരു ദുരന്തത്തെയും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ വിശദീകരണം. കേരളത്തിന് നൽകിയ സാമ്പത്തിക സഹായം സംബന്ധിച്ചും കേന്ദ്രം കണക്ക് നിരത്തി. 388 കോടി രൂപ 2024-25 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് 2 ഘട്ടമായി നൽകി. 394.99 കോടി രൂപ കേരളത്തിന്റെ SDRF ഫണ്ടിൽ നീക്കിയിരിപ്പുണ്ടെന്ന് അക്കൌണ്ടന്റ് ജനറൽ കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ഈ 2 ഫണ്ടും കണക്കിലെടുക്കുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ തുക സംസ്ഥാനത്തിന്റെ പക്കലുണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. ദുരന്ത നിവാരണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരുകൾക്കാണെന്ന് പരോക്ഷമായ മറുപടിയിൽ കേന്ദ്രം പറയുന്നു. കേരളം അടിയന്തരമായി ആവശ്യപ്പെട്ട തുക സംബന്ധിച്ച് ഒരു മറുപടിയും കത്തിലില്ലെന്നതും ശ്രദ്ധേയമാണ്. 24 ഡൽഹി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതികരിച്ച് പ്രിയങ്ക ഗാന്ധി. തീരാനഷ്ടം നേരിട്ടവരോടുള്ള അനീതിയെന്ന പ്രിയങ്ക ഗാന്ധിയുടെ എക്സ് പോസ്റ്റ്. കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും വിമർശനം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ലെന്ന കേന്ദ്ര നിലപാട് ഞെട്ടിക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ഒരു നാട് തന്നെ ഇല്ലാതായി. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ചൂരൽമല ദുരന്തം നമുക്കറിയാം, അതിതീവ്ര ദുരന്തം. കെട്ടിടങ്ങൾ തകർന്നു, കൃഷിനാശമുണ്ടായി, ഒരുപാട് പേർക്ക് പരിക്കേറ്റു, 403 പേർ കൊല്ലപ്പെട്ടതിന്റെ അപ്പുറത്തേക്ക് ഒരു നാടില്ലാതായി. ആ ദുരന്തത്തെയാണ് അതിതീവ്ര ദുരന്തമായി കണക്കാക്കാനാകില്ല എന്ന് 4 മാസം കഴിഞ്ഞപ്പോൾ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ഒരു കത്ത് കേരളത്തിന് നൽകിയിരിക്കുന്നത്. ഇത് വയനാടിന് നേരെയുള്ള വധശ്രമമാണ്. വയനാട് ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കരുത്, കേരളം ഇതിന്റെ ഭാഗമായി പ്രയാസപ്പെടണം എന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ കാണുന്നത്. കേന്ദ്ര തീരുമാനത്തിനെതിരെ മുസ്ലിം ലീഗും രംഗത്തെത്തി. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സമീപനമാണിത്. തെരഞ്ഞെടുപ്പിലൂടെ കേന്ദ്രത്തിന് മറുപടി പറയാനുള്ള സമയമാണിതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് അവർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും സമയം എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വന്നു പോയതിന്റെ പിറ്റേന്ന് പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കാതിരിക്കാൻ എന്താ വഴി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതേപോലെയുള്ള സംഭവം ഉണ്ടായപ്പോൾ എല്ലായിടത്തും ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, സഹായം കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയമായിട്ട് ഒരു ഇന്ററിം ഹെൽപ്പ് പോലും കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തില്ല. കണ്ണിച്ചോരല്ലാത്ത നിലപാടാണ് എടുത്തത്. വാങ്ങി എടുക്കുന്ന കാര്യത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഉത്സാഹം ഇടത് ഗവൺമെന്റിനില്ല. ദേശീയ സ്കൂൾ ഗെയിംസിൽ പങ്കെടുക്കാൻ ഭോപ്പാലിലേക്ക് പോകുന്ന കേരള ടീമിന് വിമാന ടിക്കറ്റ് ഉറപ്പാക്കി വിദ്യാഭ്യാസ വകുപ്പ്. ട്രെയിൻ ടിക്കറ്റ് ഇല്ലാത്തതിനാൽ കായിക താരങ്ങളുടെ യാത്ര മുടങ്ങിയത് 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. 24 ബിഗ് ഇമ്പാക്ട്. ഞങ്ങള് രാവിലെ തൊട്ട് വന്നിരിക്കുക. ഇവരൊക്കെ ട്രിവാൻഡ്രത്തുനിന്ന് അവിടുന്ന് ട്രെയിൻ കയറി ഇവിടെ വന്നിരിക്കുക ഉച്ചക്കത്തെ ട്രെയിനിൽ പോകാൻ. എന്നിട്ട് കുറെ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുക. എത്തണം, ഞങ്ങൾക്ക് 16-ാം തീയതി എത്തണം എന്ന് വെച്ചാൽ അവിടെ കാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. ഞങ്ങൾക്ക് എന്നാലേ അവിടെ എൻട്രി കൊടുക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് ഉണ്ടെന്നാണ്. എന്നിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് കൺഫേം ആയിട്ടില്ല. ഏറെ പ്രതീക്ഷയോടെയാണ് കുട്ടിത്താരങ്ങൾ ബാഡ്മിന്റൺ മത്സരത്തിനായി ഭോപ്പാലിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. എന്നാൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കടുംവെട്ട്. താരങ്ങൾക്കുള്ള ട്രെയിൻ ടിക്കറ്റ് ഉറപ്പിക്കുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് പരാജയപ്പെട്ടു. യാത്ര പ്രതിസന്ധിയിൽ. ഞങ്ങളിപ്പം തൽക്കാലം വീട്ടിലേക്ക് പോവുകയാണ്. അവർ മെസ്സേജോ വിളിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ മോളെ ഞാൻ വിടുന്നതായിരിക്കും. 24 വാർത്ത പുറത്തുവിട്ടതോടെ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു. വിമാന ടിക്കറ്റ് എടുക്കാൻ മന്ത്രി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കിന് നിർദ്ദേശം നൽകി. ഈ മാസം 17-ന് ഭോപ്പാലിൽ നടക്കുന്ന മത്സരത്തിൽ 20 കായിക താരങ്ങളാണ് പങ്കെടുക്കുക. നാളെ 15 പേർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 8 പേർ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഭോപ്പാലിലേക്ക് തിരിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കൂടുതൽ വാർത്തകളിലേക്ക്. ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാർ വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയുമായി ജീവനക്കാർ. കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്ന യോഗത്തിലാണ് സംഭവം. യോഗത്തിൽ പങ്കെടുത്ത 39 ജീവനക്കാർ ബി ശ്രീകുമാറിനെതിരെ പരാതി നൽകി. എന്നാൽ താൻ ആരെയും വർഗീയമായി ആക്ഷേപിച്ചിട്ടില്ലെന്നും ജീവനക്കാരുടെ പ്രവർത്തനത്തെ വിലയിരുത്തി പരാമർശം നടത്തിയതിലുള്ള വിരോധമാണ് പരാതിക്ക് കാരണമെന്നും ബി ശ്രീകുമാർ പറഞ്ഞു.
IAS തലപ്പത്തെ തുറന്ന പോരിൽ കൂടുതൽ വിവരങ്ങൾ 24-ന്. ഫയലിൽ അഭിപ്രായം എഴുതാൻ N. പ്രശാന്ത് IASനെ വിലക്കി അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലക് ഒപ്പിട്ട കുറിപ്പ് 24-ന് ലഭിച്ചു. കുറിപ്പിനെതിരെ N. പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചതിൽ K. ഗോപാലകൃഷ്ണൻ IASനെതിരെ വീണ്ടും പരാതി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകിനെ പരസ്യമായി വിമർശിച്ചതിന്റെ പേരിലാണ് N. പ്രശാന്തിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. A. ജയതിലകിന്റെ തെറ്റായ സമീപനങ്ങളെയാണ് ചൂണ്ടിക്കാണിച്ചതെന്നായിരുന്നു N. പ്രശാന്തിന്റെ നിലപാട്. ഉന്നതിയുടെ ചുമതലയിലുണ്ടായിരുന്ന N. പ്രശാന്തിന് ഫയലിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ വിലക്ക് ഏർപ്പെടുത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് A. ജയതിലകിന്റെ പുറത്തുവന്ന കുറിപ്പ്. തനിക്ക് നേരിട്ട് ഫയൽ സമർപ്പിച്ചാൽ മതിയെന്നും N. പ്രശാന്തിന് കൈമാറേണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് കുറിപ്പിലൂടെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ വർഷം മാർച്ച് 7-ന് നൽകിയ കുറിപ്പ് മന്ത്രി അറിയാതെയാണെന്നാണ് വിവരം. കുറിപ്പ് നൽകിയതിന് പിന്നാലെ N. പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ K. ഗോപാലകൃഷ്ണൻ IASനെതിരെ വീണ്ടും പരാതി ലഭിച്ചു. കൊല്ലം സ്വദേശി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത്. ഉദ്യോഗസ്ഥർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വർഗീയ ചേരിതിരിവുണ്ടാക്കിയെന്നാണ് പരാതി. 24 തിരുവനന്തപുരം. ADM K. നവീൻ ബാബുവിന്റെ മരണത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കെതിരായ മൊഴിയിൽ ഉറച്ചു കുടുംബം. പരാതിക്കാരനായ TV പ്രശാന്തനെതിരെ അന്വേഷണ സംഘത്തിനു മുന്നിൽ സംശയമുന്നയിച്ച് നവീൻ ബാബുവിന്റെ ഭാര്യയും സഹോദരനും മലയാളപ്പുഴയിലെ വീട്ടിലെത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. KK രത്നകുമാരിയെ പുതിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് PP ദിവ്യ. രണ്ടാം തവണയാണ് അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി നവീൻ ബാബുവിന്റെ സംസ്കാരം കഴിഞ്ഞയുടൻ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് കുടുംബം മനോവിഷമത്തിലായിരുന്നത് കാരണം വിശദമായ മൊഴിയെടുക്കാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പ്രത്യേക സംഘത്തിന്റെ മൊഴിയെടുപ്പ് 2 മണിക്കൂറോളം നീണ്ടു. മൊഴിയിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും യാത്രയയപ്പ് ചടങ്ങിലും പെട്രോൾ പമ്പ് വിഷയത്തിലും ഗൂഢാലോചനയുണ്ടെന്ന് കുടുംബം ആവർത്തിച്ചു. ഭാര്യ മഞ്ജുഷ, സഹോദരൻ പ്രവീൺ ബാബു എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. TV പ്രശാന്തന്റെ അഴിമതി ആരോപണത്തിലും കുടുംബം സംശയം പ്രകടിപ്പിച്ചു. നവീൻ ബാബുവിന്റെ കോൾ ലിസ്റ്റുമായാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനെത്തിയത്. പുതിയ അന്വേഷണ സംഘത്തെ തീരുമാനിച്ച് 2 ആഴ്ചകൾക്ക് ശേഷമാണ് കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം TV പ്രശാന്തന്റെയും മൊഴിയെടുത്തിരുന്നു. 24 പത്തനംതിട്ട. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ അഡ്വക്കേറ്റ് KK രത്നകുമാരിയെ തെരഞ്ഞെടുത്തു. PP ദിവ്യ രാജിവെച്ച ഒഴിവിലാണ് പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. വോട്ടെടുപ്പിൽ PP ദിവ്യ പങ്കെടുത്തില്ല. ADM നവീൻ ബാബുവിന്റെ മരണത്തിനിടയാക്കി വിവാദ യാത്രയപ്പ് പരിപാടി കഴിഞ്ഞ് കൃത്യം 1 മാസം പിന്നിടുമ്പോഴാണ് ജില്ലാ പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. PP ദിവ്യ രാജിവെച്ചൊഴിവിൽ അഡ്വക്കേറ്റ് KK രത്നകുമാരിയാണ് പുതിയ അധ്യക്ഷ. 24 അംഗ ഭരണസമിതിയിൽ LDFന് 17 അംഗങ്ങളുണ്ട്. PP ദിവ്യയുടെ അഭാവത്തിൽ KK രത്നകുമാരിക്ക് 16 വോട്ടുകൾ ലഭിച്ചു. ജാമ്യവ്യവസ്ഥ പരിഗണിച്ചാണ് PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നാണ് വിശദീകരണം. PP ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബെയിലിന് വയലേറ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത്. പുതിയ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷക്ക് അഭിനന്ദനം അറിയിച്ച് PP ദിവ്യ ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചു. ഭരണസമിതി അംഗങ്ങളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും സൗഹൃദവും കൂട്ടായ്മയുമാണ് ജില്ലാ പഞ്ചായത്തിന്റെ വിജയമെന്നാണ് ദിവ്യയുടെ പ്രതികരണം. വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ ഹാളിലേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചില്ല. 24 കണ്ണൂർ. വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ അങ്കലാപ്പിലാണ് മുന്നണികൾ. ഭൂരിപക്ഷത്തിലെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിലുണ്ട്. ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകൾ പോലും ചോർന്നുവന്ന സംശയത്തിലാണ് LDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് വിഹിതം കുറയുമോ എന്ന് BJPയും ആശങ്കപ്പെടുന്നു. മൊത്തം വോട്ടുകളിൽ 5 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 8% വോട്ടുകൾ ഇക്കുറി പോൾ ചെയ്യപ്പെട്ടില്ല. 5-6 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്കുണ്ടാകുമെന്നായിരുന്നു പ്രചാരണത്തിലുടനീളം UDF ആവർത്തിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി 2019 നേടിയ വോട്ടുകളുടെ ഭൂരിപക്ഷം പോലും പോളിംഗ് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ ഉണ്ടാകില്ലെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. ഇതേക്കുറിച്ചുള്ള ആത്മപരിശോധനയും UDF തുടങ്ങി. ഞങ്ങളും പരിശോധിക്കും എന്താണ് പോളിംഗ് ഇങ്ങനെ ഒരു പോളിംഗ് ഇത്ര കുറയാൻ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കും. പാർലമെന്റ് ഇലക്ഷന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു വാശിയുടെ കുറവ് അവിടെ കണ്ടിരുന്നു. എന്തായാലും അത് മനസ്സിലാക്കും. പക്ഷെ ഞങ്ങളെ ഒരു വിലയിരുത്തൽ ഇത് ഒരു കാരണവശാലും പ്രിയങ്കാജിയുടെ ഭൂരിപക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ച ഭൂരിപക്ഷത്തെ ബാധിക്കുകയില്ല. ഇടതുപക്ഷ വോട്ടുകളും BJP വോട്ടുകളും പോൾ ചെയ്യാത്തതാണ് വോട്ടിംഗ് ശതമാനം കുറയാൻ കാരണമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. തിരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് ജനങ്ങൾക്ക് ബോധ്യമുള്ളതിനാലാണ് പോളിംഗ് കുറയാൻ കാരണമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി.
CPIM-ന്റെയും CPI-യുടെയും ശക്തികേന്ദ്രങ്ങളിൽ പോലും ഉറച്ച വോട്ടുകൾ പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ലെന്ന ആക്ഷേപം മുന്നണിക്കകത്തുണ്ട്. ഒരു മനസ്സോടെയാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് CPI ജില്ലാ സെക്രട്ടറി EJ ബാബു. അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിനോട് ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഈ പോളിംഗ് ശതമാനത്തിൽ കുറഞ്ഞത്. മൊത്തം വോട്ടർമാരിൽ 5 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ ഏതാണ്ട് ഒരു ഉത്തരേന്ത്യൻ കാലാവസ്ഥയിലേക്ക് വയനാട് പോകുന്നു എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇടത് വോട്ടുകളിലാണ് ചോർച്ചയുണ്ടായതെന്ന് BJP വിലയിരുത്തുമ്പോഴും കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയ 1,41,000-നടുത്തെത്താൻ ഇക്കുറി സാധിക്കുമെന്ന പ്രതീക്ഷ പാർട്ടിക്കില്ല. 24 വയനാട്. പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. സ്വന്തം വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടെന്ന അവകാശവാദമാണ് മുന്നണികളുടേത്. പോളിംഗ് ശതമാനത്തിലെ കുറവ് മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയാണ്. പ്രചരണകാലത്ത് വിടാതെ പിടികൂടിയ വിവാദങ്ങളെ ചെറുക്കാനായെന്ന LDF വിലയിരുത്തൽ. ഇടതു വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നും ബൂത്തുകളിലെ കണക്ക്. സ്ഥാനാർത്ഥി UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഗുണം ചെയ്തു. പ്രതികൂല ഘടകങ്ങൾ വെല്ലുവിളിയായാലും 20,000-നടുത്ത് ഭൂരിപക്ഷത്തിൽ വിജയമുറപ്പെന്ന് LDF ക്യാമ്പ് വിശ്വസിക്കുന്നു. താഴെത്തട്ടിൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പണിയെടുത്തത് ഇടതുപക്ഷ ക്യാമ്പിൻ്റെ അല്ലെങ്കിൽ അവർ പ്രവർത്തകർ പണിയെടുത്തതിൻ്റെ ഒരു ഫലം കാണും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നല്ലപോലെ തന്നെ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. 3,000-നും 5,000-നും ഇടയിൽ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് UDF പ്രതീക്ഷ. സമാനതകളില്ലാത്ത പ്രവർത്തനം ചേലക്കരയിൽ കാഴ്ചവെക്കാനായെന്ന നേതാക്കൾ പറയുന്നു. LDF-ന് സ്വാധീനമുള്ള വള്ളത്തോൾ നഗർ, പാഞ്ഞാൾ പഞ്ചായത്തുകളിലൊഴികെ ലീഡ് നേടുമെന്നും വിലയിരുത്തൽ. ഞങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ് ചേലക്കര കോൺഗ്രസിനൊപ്പം UDF-നൊപ്പം മാറ്റത്തിന് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ആ മാറ്റത്തിനായിട്ട് എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസം. അടിയൊഴുക്കുകളിൽ NDAയ്ക്കുള്ളത് വലിയ പ്രതീക്ഷ. UDF-ന്റെയും LDF-ന്റെയും വോട്ടുകൾ പിടിച്ചെടുത്തെന്നാണ് PV അൻവറിന്റെ DMK പിന്തുണയുള്ള NK സുധീറിന്റെ വിശ്വാസം. ചേലക്കരയിൽ വിജയം നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്നും സുധീർ കരുതുന്നു. കണക്കുകൂട്ടലുകൾക്കൊപ്പുറം ചേലക്കരയിൽ ആര് കരകയറും? ഇനി കാത്തിരിപ്പിന്റെ 9 നാളുകൾ. ചേലക്കരയിൽ നിന്നും MD അധീഷിനൊപ്പം അശ്വിൻ പാലാഴി, 24. വോട്ടർ പട്ടികയിലെ വ്യാജന്മാരെ ചൊല്ലി പാലക്കാട് പുതിയ വിവാദം. മണ്ഡലത്തിൽ 2,700-ഓളം വോട്ടുകൾ UDF-ഉം BJP-യും വ്യാജമായി ചേർത്തെന്നാണ് CPIM ആരോപണം. LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനും ഭാര്യയും പാലക്കാട് മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് നിയമവിരുദ്ധമായിട്ടാണെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. BLOമാരെ സ്വാധീനിച്ച് വോട്ടർമാരെ വ്യാജമായി മണ്ഡലത്തിൽ ചേർത്തുവെന്നുള്ള പരാതി ആദ്യം ഉന്നയിച്ചത് CPIM. പിരായിരി, മാത്തൂർ, പാലക്കാട് നഗരസഭ എന്നിവിടങ്ങളിലായി 2,700-ഓളം വ്യാജ വോട്ടർമാരെ ചേർത്തുവെന്ന് CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആരോപിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസിന് പട്ടാമ്പിയിലും പാലക്കാട് നഗരസഭയിലും വോട്ടുണ്ട് എന്ന രേഖയും പുറത്തുവിട്ടു. വ്യാപകമായ വ്യാജ വോട്ടർമാർ, നിരവധി വോട്ടർമാരെയാണ് ഇവർ ചേർത്തിട്ടുള്ളത്. ആയിരക്കണക്കിന് വോട്ടർമാരെയാണ് ചേർത്തിട്ടുള്ളത്. ഞങ്ങളുടെ പ്രവർത്തകർ സ്ലിപ്പ് കൊടുക്കാൻ പോകുമ്പോൾ ഈ പറയുന്ന ആളുകളെയൊന്നും വീടുകളിൽ കാണാനില്ല, കണ്ടെത്താൻ കഴിയുന്നില്ല. പലരും വിവിധ പ്രദേശങ്ങളിലോ വിവിധ മണ്ഡലങ്ങളിലുള്ള ആളുകളാണ്. മണ്ഡലത്തിന് പുറത്ത് താമസിച്ചിരുന്ന LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിനും ഭാര്യയ്ക്കും എങ്ങനെ പാലക്കാട് മണ്ഡലത്തിൽ വോട്ടുണ്ടായി എന്ന് രേഖകൾ സഹിതം പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം. LDF സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടെയും വോട്ട് ഇവിടെ ഒരു ബൂത്തിൽ അവസാനമായി ചേർത്തിരിക്കുക. അദ്ദേഹം ഇവിടെ താമസമുള്ള ആളല്ല. അദ്ദേഹം ശരിക്കും തിരുവല്ലാമലക്കാരനാണ്. തിരുവല്ലാമലയിൽ നിന്ന് പിന്നെ വന്ന് ഒറ്റപ്പാലത്ത് വോട്ട് ചേർത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ വന്ന് വോട്ട് ചേർത്തിരിക്കുകയാണ് ഏറ്റവും അവസാനം. സമാന ആരോപണങ്ങൾ CPM-നും BJP-ക്കുമെതിരെ തിരിച്ചിട്ട് VK ശ്രീകണ്ഠൻ MP-യും രംഗത്തെത്തി. 2 വോട്ടുണ്ടെങ്കിൽ ഒന്ന് ഒഴിവാക്കേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന നിലപാടിലാണ് BJP ജില്ലാ പ്രസിഡന്റ്. ഇങ്ങനെ വരും ദിവസങ്ങളിലും കത്തി നിൽക്കുന്ന വിഷയമായി മാറി വോട്ടർ പട്ടികയിലെ വ്യാജൻ. 24 പാലക്കാട്. ആന എഴുന്നള്ളിപ്പിന് മാർഗരേഖ പുറത്തിറക്കി ഹൈക്കോടതി. ദിവസം 30 കിലോമീറ്ററിൽ കൂടുതൽ ആനകളെ നടത്തിക്കരുത്. തുടർച്ചയായി 3 മണിക്കൂറിൽ കൂടുതൽ ആനയെ എഴുന്നള്ളത്തിൽ നിർത്തരുത്. വെടിക്കെട്ട് സ്ഥലവും ആനയുമായി 100 മീറ്റർ ദൂരപരിധി വേണം. ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ സംഘാടകർ കമ്മിറ്റിയെ ബോധിപ്പിക്കണം. 2 എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിടികൂടപ്പെട്ട ആനകളെ ഉപയോഗിക്കുമ്പോൾ ബന്ധപ്പെട്ട ജില്ലാ സമിതിയുടെ അനുമതി വാങ്ങണം. ആനയും അഗ്നി സംബന്ധമായ കാര്യങ്ങളും തമ്മിൽ 5 മീറ്റർ ദൂരപരിധി വേണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു.
എറണാകുളം പിറവം മുളകുളത്ത് ആംബുലൻസ് താഴ്ചയിലേക്ക് മറിഞ്ഞ രോഗി മരിച്ചു. പോത്താനിക്കാട് സ്വദേശി ബിൻസനാണ് മരിച്ചത്. കനത്ത മഴയെ തുടർന്ന് നിയന്ത്രണം വിട്ട ആംബുലൻസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആംബുലൻസിലുണ്ടായിരുന്ന 4 പേരിൽ 3 പേരെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആംബുലൻസ് പൂർണ്ണമായും തകർന്നു. പോലീസിനെ തല്ലിയും തലോടിയും സ്പീക്കർ എൻ ഷംസീർ. ചെറിയ വിഭാഗമുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ തുടർന്ന് ജനങ്ങൾക്ക് പോലീസിനോട് അവമതിപ്പുണ്ടാകുന്നു. എല്ലാവരും കുഴപ്പക്കാരാണെന്ന് അർത്ഥമില്ല. പോലീസിൽ കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താൻ അവർ തന്നെ തയ്യാറാകണമെന്നും സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ഹൈലി അക്കാഡമിക്കായ നല്ല സമർത്ഥന്മാരായ ഒരുപാട് പേർ പോലീസിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ചെറു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ചില്ലറ കുരുത്തക്കേട് കൊണ്ട് ആ ഗ്രൂപ്പിനെ തന്നെ പൊതുവിൽ ജനങ്ങൾക്ക് ഒരു അത്ര ഇഷ്ടമല്ലാത്ത രീതിയിൽ കാണാനിടയാക്കി. ഇവരുടെ ഒരു 100 എടുത്താൽ ഒരു 1-2 പേർ കള്ളനാണയങ്ങൾ ഉണ്ടാവാം. അതിന്റെ മുകളിൽ ഇവർ കാണിക്കുന്ന സേവനത്തെ കുറച്ച് കാണാൻ പറ്റുമോ? ഈ നാട്ടിൽ അരാജകത്വം ഇല്ലാത്തതിന് കാരണം പോലീസ് ഫോഴ്സ് തന്നെയാണ്. പോലീസുകാരുടെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിൽ പോരായ്മ സംഭവിച്ചാൽ അത് നാട് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിമർശനത്തിന് വിധേയമാവുന്നത്. ഒപ്പം പൊതുപ്രവർത്തകരെ കണ്ടൊന്ന് റെസ്പെക്ട് ഒക്കെ ചെയ്യണം. അവര് നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. ചിലരുണ്ട് മൈൻഡാക്കൂല. അത് ശരിയല്ല. നല്ല ലിസണറായി മാറാൻ, കേൾവിക്കാരനായി മാറാൻ, നല്ല ക്ഷമയുള്ളവനായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇടുക്കുമ്പോൾ തന്നെ ചാടിക്കയറുക അത് പറ്റൂല. ആ നിയമങ്ങൾ ജനങ്ങളെ സേവിക്കാനുള്ളതായിരിക്കണം. കിട്ടിയ ചാൻസ് വെച്ച് ആപ്പടിക്കലല്ല. ചിലരുണ്ടല്ലോ എന്നാ പിന്നെ ചാമ്പിക്കളിയാണ്. അങ്ങനെയുണ്ട് പോലീസിനകത്ത്, എനിക്കറിയാലോ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനൊരുങ്ങിയ സന്നിധാനം നാളെ വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. വെർച്വൽ ക്യൂ വഴിയുള്ള ഈ മാസത്തെ ബുക്കിംഗ് പൂർത്തിയായി. തിരക്ക് പരിഗണിച്ച് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം കൂട്ടാൻ ദേവസ്വം ബോർഡ് ആലോചന തുടങ്ങി. പമ്പയും സന്നിധാനവും ശരണം വിളികളാൽ മുഖരിതമാകുന്നു. സുരക്ഷയ്ക്കുള്ള പോലീസ് അർദ്ധസൈനിക വിഭാഗമടക്കം സന്നിധാനത്തെത്തി. തീർത്ഥാടനകാലം തുടങ്ങുന്നതിന് മുന്നേ വെർച്വൽ ക്യൂ വഴിയുള്ള ഈ മാസത്തെ ബുക്കിംഗ് പൂർത്തിയായി. ഈ മാസം 30-ന് മാത്രമാണ് ഏതാനും സ്ലോട്ടുകൾ അവശേഷിക്കുന്നത്. നട തുറക്കുന്ന 15 മുതൽ 29 വരെ ഒരു സമയത്തും സ്ലോട്ടില്ല. 30-ന് സന്ധ്യ കഴിഞ്ഞ് ഏതാനും ഒഴിവുകൾ മാത്രം. എല്ലാ ഭക്തർക്കും സുഗമമായി ദർശനം നടത്താൻ സൗകര്യമൊരുക്കുമെന്നും തീർത്ഥാടനത്തിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും മന്ത്രി VN വാസവൻ. ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് ശബരിമല തീർത്ഥാടനം കുറ്റമറ്റതാക്കി അവിടെ എത്തിച്ചേർന്ന ഒരു ഭക്തനും ദർശനമില്ലാതെ തിരികെ പോരേണ്ട അവസ്ഥ ഉണ്ടാവാത്ത സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 70,000-ൽ പരം വെർച്വൽ ക്യൂ ഉറപ്പാക്കിയിട്ടുണ്ട്. 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാവുന്നത്. തിരക്ക് പരിഗണിച്ച് ബുക്കിംഗ് സ്ലോട്ടുകളുടെ എണ്ണം കൂട്ടണമെന്ന് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് റിപ്പോർട്ട് നൽകി. ദേവസ്വം ബോർഡിന് തീരുമാനമെടുക്കാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചത്. ഇന്ന് വൈകിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും. പോലീസിന്റെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് ഓൺലൈൻ ബുക്കിംഗ് 80,000 പേർക്കാക്കാനാണ് ആലോചന. സ്പോട്ട് ബുക്കിംഗ് 10,000 ആക്കി തന്നെ നിജപ്പെടുത്തും. 24 പത്തനംതിട്ട. കൽപ്പാത്തിയിൽ 2ാം തേരുത്സവത്തിൽ മന്തക്കര മഹാഗണപതി തേരിലേറി. തേര് വലിക്കാനും രഥോത്സവം കാണാനും ഇന്നും 100 കണക്കിന് ആളുകളാണ് കൽപ്പാത്തി തെരുവിലെത്തിയത്. നാളെയാണ് ദേവരഥ സംഗമം. പല്ലക്കിലേറി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമിയെ കണ്ട് അനുമതി വാങ്ങിയാണ് മന്തക്കര മഹാഗണപതി രഥപ്രയാണത്തിന് തേരിലേറിയത്. പുഷ്പഫലാദികളാൽ അലങ്കരിച്ച തേരിലേറിയ ഗണപതിയെ ഭക്തർ കൽപ്പാത്തി തെരുവിലൂടെ ആനയിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളെല്ലാം തേരിലുള്ളുമ്പോൾ കൽപ്പാത്തിയിലുണ്ട്. രഥോത്സവമൊക്കെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവങ്ങളാണ്. അതിന് തുടർച്ചയുണ്ടാകും, എല്ലാ വർഷവും ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമാകുന്ന ഉത്സവത്തിന്റെ ഭാഗമാകുന്ന ഒരു സന്തോഷമുള്ള കാര്യമാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെ ശിവപാർവതിമാരും ഗണപതിയും വള്ളി സമേത സുബ്രഹ്മണ്യ സ്വാമിയും 1ാം തേരുത്സവമായി ഇന്നലെ തേരിലേറി പ്രദക്ഷിണം ആരംഭിച്ചിരുന്നു. നാളെ പഴയ കൽപ്പാത്തി ലക്ഷ്മി നാരായണ പെരുമാളും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയും തേരിലേറുന്നതോടെ ദേവരഥ സംഗമത്തിലേക്കുള്ള രഥപ്രയാണം ആരംഭിക്കും. നാളെ വൈകിട്ടാണ് തേരുമുട്ടിയിൽ പ്രസിദ്ധമായ ദേവരഥ സംഗമം നടക്കുക. 24 പാലക്കാട്. രഥോത്സവ ലഹരിയിലേക്ക് പാലക്കാട് കടന്നതോടെ ഫ്ലവേഴ്സ് കൽപ്പാത്തി ഉത്സവ വേദിയിലും രഥോത്സവാവേശം. ഇന്ന് പാലക്കാട്ടുകാരെ കാണാനെത്തിയ സ്റ്റാർ മാജിക് സംഘം പാലക്കാട്ടുകാരുടെ മനസ്സ് നിറച്ചു. പ്രദീപ് പള്ളുരുത്തിയും സംഘവും അശ്വന്ത് അനിൽകുമാറും സിദ്ദിഖ് റോഷനും ചേർന്നൊരുക്കുന്ന മ്യൂസിക്കൽ കോമഡി നൈറ്റും പാലക്കാട്ടുകാർ ഹർഷാരവങ്ങളോടെയാണ് ഏറ്റെടുത്തത്.
മലയാളി നമ്മ പൊളിയാണ്, ചങ്ക് പതിച്ചു കൊടുക്കും, ചങ്കായി കൂടെ നിൽക്കും. മലയാളി പൊളിയാണ്, ചങ്കാണ് മലയാളി. ഞാൻ മലയാളി, ഞാൻ പൊളിയാണ്. നിങ്ങൾ മലയാളി, നിങ്ങൾ പൊളിയാണ്. ഉത്സവ ദിനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്തോറും കൽപ്പാത്തി ഉത്സവ വേദിയിൽ തിരക്ക് വർദ്ധിക്കുകയാണ്. ഇന്നും വിഭവങ്ങൾ ഏറെയാണ്. ഏറെ പ്രേക്ഷക പ്രീതി പിടിച്ചുപറ്റിയ സ്റ്റാർ മാജിക് താരങ്ങൾ ഇന്ന് വേദി പിടിച്ചെടുത്തു. ആവശ്യം അറിയിച്ചു, ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തന്റെ വോട്ടക്കേശയിൽ എന്താ ഉള്ളേ? ജമനോം കി ജിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ശംഭോ മഹാദേവ. പ്രദീപ് പള്ളുരുത്തിയും സംഘവും നയിച്ച മ്യൂസിക്കൽ കോമഡി നൈറ്റും പാലക്കാട്ടുകാരെ വിസ്മയിപ്പിച്ചു. ഇന്നലെ ആഹാ 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 ഇങ്ങനെ ഒരു സംഭവം പള്ളിക്ക്. ഫ്ലവേഴ്സ് ബ്യൂട്ടി ക്വീൻ ഫാഷൻ ഷോ പാലക്കാട്ടുകാർക്ക് പുത്തൻ അനുഭവമായി. കുട്ടേട്ടനുമായുള്ള ലൈവ് ഇന്ററാക്ഷനും AR/VR വിസ്മയവുമൊക്കെ പാലക്കാട്ടുകാർ ഇതിനോടകം ഏറ്റെടുത്തതാണ്. ഇനി കൽപ്പാത്തി ഉത്സവം പൂർത്തിയാകുന്നതുവരെ രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രവേശനം. 24 പാലക്കാട്. സമാധാന സന്ദേശവുമായി മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹ്മാൻ അൽ ബുഐജാൻ കേരളത്തിൽ തുടരുന്നു. കൊച്ചിയിലെത്തിയ ഹറം ഇമാം പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ വൈവിധ്യം ലോകത്തിന് മാതൃകയാണെന്ന് ഹറം ഇമാം പറഞ്ഞു. മതസഹിഷ്ണുതയും സമാധാന സന്ദേശവുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹറം ഇമാമുമാരെ സൗദി അറേബ്യ അയക്കുന്നതിന്റെ ഭാഗമായാണ് മദീന ഹറം ഇമാം ഷെയ്ഖ് ഡോക്ടർ അബ്ദുള്ള അബ്ദുറഹിമാൻ അൽ ബുഐജാൻ കേരളത്തിലെത്തിയത്. കോഴിക്കോട് KNM സംഘടിപ്പിച്ച സമാധാന സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷമാണ് കൊച്ചിയിലെത്തിയ ഹറം ഇമാം പൗരപ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തിയത്. സാമുദായിക ഐക്യം അനിവാര്യമായ കാലത്ത് ഇന്ത്യയുടെ ബഹുസ്വരതയും വൈവിധ്യവും ലോകത്തെ അടയാളപ്പെടുത്തുന്നതാണെന്ന് ഹറം ഇമാം പറഞ്ഞു. البوذية والسيخ والهندوس وأيضا اللغات مختلفة متعددة. أنا يعني قرأت أو أخبرت أن يكتب على كل في العملة الهندية 15 لغة. KNM വൈസ് പ്രസിഡന്റ് ഹുസൈൻ മടവൂർ, ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, കൂടാതെ അൻവർ സാദത്ത് MLA എന്നിവർ പങ്കെടുത്തു. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നാളെ നടക്കുന്ന ജുമാ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ശേഷമായിരിക്കും ഹറം ഇമാം സൗദിയിലേക്ക് മടങ്ങുക. 24 കൊച്ചി. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ EDക്കും ആദായനികുതി വകുപ്പിനും നിർദ്ദേശം നൽകണമെന്ന ഹർജിയിൽ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. കൊടകര കവർച്ചാ കേസിലെ 50ാം സാക്ഷി സന്തോഷ് നൽകിയ ഹർജിയിലാണ് നോട്ടീസ്. കേസിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ EDക്കും ആദായനികുതി വകുപ്പിനും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം. ഹർജി പരിഗണിച്ച കോടതി അന്വേഷണം നടക്കുന്നുണ്ടോ എന്ന് ED അഭിഭാഷകനോട് ആരാഞ്ഞു. അന്വേഷണം നടക്കുന്നതായും ഇക്കാര്യം മുമ്പ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ടെന്നും അഭിഭാഷകൻ മറുപടി നൽകി. തുടർന്ന് EDക്കും ആദായനികുതി വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിക്കാൻ സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശമുണ്ട്. നേരത്തെ കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിലെ സാക്ഷി തിരൂർ സതീഷിന്റെ 24-നോടുള്ള വെളിപ്പെടുത്തലിന് പിന്നാലെ സംസ്ഥാന സർക്കാരും കേസിൽ തുടരന്വേഷണത്തിന് നീക്കം നടത്തുന്നുണ്ട്. തുടരന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട സർക്കാർ കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. 24 കൊച്ചി. ആലപ്പുഴയിൽ ജനത്തിന്റെ ഉറക്കം കെടുത്തി മോഷണ സംഘം. ഇന്നലെ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും സ്വർണ്ണമാല മോഷണ സംഘം കവർന്നു. കുറുവാ സംഘമാണ് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. പുന്നപ്രയിലെ മോഷണ സംഘത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇന്നലെ രാത്രി 12:30 പറവൂർ തൂക്കുകുളം കിഴക്ക് മനോഹരന്റെ വീടിന്റെ അടുക്കള വാതിൽ കുത്തി തുറന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ നീതുവിന്റെ കഴുത്തിൽ കിടന്ന 1.5 പവന്റെ സ്വർണ്ണമാലയും 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ 1/2 പവന്റെ മാലയുമാണ് അപഹരിച്ചത്. അടുക്കള വാതിലിന്റെ കൊളുത്ത് പൊളിച്ചാണ് കള്ളൻ അകത്തു കയറിയത്. ഉൾപ്രദേശമാണിത്. പാന്റ് മടക്കി വെച്ച് ഷർട്ടിടാതെ മുഖം മറച്ച ഒരാളാണ് മോഷണം നടത്തിയത്. മുറിക്കകത്തെ വെളിച്ചത്തിൽ മോഷ്ടാവിനെ കണ്ടുവെന്നും കുഞ്ഞുള്ളത് കൊണ്ട് രാത്രി ലൈറ്റിട്ടാണ് കിടക്കുന്നതെന്നും മാല നഷ്ടപ്പെട്ട നീതു
പോലീസിന് മൊഴി നൽകി. നീതു ബഹളം വെക്കുന്നത് കേട്ടാണ് മാതാവ് ഉണർന്നത്. ഹാളിൽ കിടക്കുകയായിരുന്ന നീതുവിന്റെ പിതാവ് മോഷ്ടാവിനെ കണ്ടു. 12 കാലമായപ്പോൾ കൊച്ച് നിലവിളിച്ചു. കൊച്ചെന്ന് പറഞ്ഞാൽ മോള് നിലവിളിച്ചു. ഞാൻ ഇവിടുന്ന് ഇവിടെയാണ് കിടന്നത്, ഈ വാതിക്ക്. ഇവിടുന്ന് ഓടിയും അങ്ങോട്ട് ചെല്ലുകയും ഇവൻ്റെ പുറകെയാണ് കണ്ടത്. മോള് ഫുള്ളായിട്ട് കണ്ടു. മുട്ട് വരെയുള്ള പാൻറ് വിട്ട് ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കഴുത്തിൽ നിന്ന് മാലയും വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പോൾ പാദസരമൊക്കെ ഇവിടെ കാലെ കിടപ്പുണ്ട്, അതൊന്നും പൊട്ടിച്ചില്ല. ഇത് രണ്ടും എടുത്തുകൊണ്ട് പോയത്. കുറുവ സംഘത്തിൻ്റെതെന്ന് സംശയിക്കുന്ന 10ഓളം മോഷണങ്ങളാണ് ജില്ലയിൽ അടുത്തിടെ ഉണ്ടായത്. കോമളപുരത്തും മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും കായംകുളത്തുമാണ് കുറുവ സംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അടുക്കള വാതിൽ പൊളിച്ച് അകത്തുകടക്കൽ, വസ്ത്രധാരണം, സ്ത്രീകളുടെ മാത്രം മാല പൊട്ടിക്കൽ തുടങ്ങിയ മോഷണ രീതികളിൽ നിന്നാണ് കുറുവ സംഘം എന്ന് പോലീസ് സംശയിക്കുന്നത്. നിലവിൽ ആലപ്പുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള 7 അംഗ സംഘമാണ് മോഷ്ടാക്കൾക്കായി അന്വേഷണം നടത്തുന്നത്. 24 ആലപ്പുഴ. കൊല്ലം കുന്നത്തൂരിൽ സ്കൂളിൽ കിണറ്റിൽ വീണ 6ാം ക്ലാസ്സുകാരൻ ഫെബിന്റെ നില ഗുരുതരം. സംഭവത്തിൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. സ്കൂളിലെ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫെബിന്റെ പിതാവ് 24നോട് പറഞ്ഞു. കൊല്ലം കുന്നത്തൂർ തുരുത്തിക്കര MTUP സ്കൂളിലാണ് സംഭവം. രാവിലെ 9:30 സ്കൂളിലെത്തിയ ഫെബിൻ കൂട്ടുകാരുമൊത്ത് കളിച്ചുകൊണ്ട് നിൽക്കെ അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയായിരുന്നുവെന്ന് അധ്യാപകർ പറയുന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ സ്കൂൾ ജീവനക്കാരൻ സിജു തോമസ് കിണറ്റിലിറങ്ങി കുട്ടിയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തി. ശാസ്താംകോട്ട ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് ഇരുവരെയും കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത്. തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ആദ്യം എത്തിച്ച ആശുപത്രിയിൽ നിന്ന് കൊല്ലം മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ആഴമേറിയ കിണറിന് മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് ഫെബിന്റെ പിതാവ് 24നോട് പറഞ്ഞു. കിണറ്റിന് ഗ്രില്ലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്നേരം പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോൾ കിണറ്റിന് ഗ്രില്ലില്ല. ഇല്ല, അവിടെ ഈ ഇപ്പൊ അടുത്തിടയ്ക്ക് ഒരു പ്ലാറ്റിനം ജൂബിലി കഴിഞ്ഞത്, ഇത് റെഡിയാക്കിയില്ല. തുരുമ്പിച്ച ഇരുമ്പ് നെറ്റും പ്ലാസ്റ്റിക് വലയുമാണ് കിണറിന് മുകളിൽ സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിരുന്നതെന്ന് നാട്ടുകാരും പറയുന്നു. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം സ്കൂളിലൊക്കെ വലിയ വിപുലമായിട്ടുള്ള പരിപാടികളൊക്കെ ഇവർ നടത്തിയതാണ്. എന്നാൽ ഈ കിണറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതുവരെ അവർ ശ്രദ്ധിച്ചിട്ടില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തി പരിശോധന നടത്തി. കിണറിന് മുകളിൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണം നടത്തിയ AEO DDക്കും DEOയ്ക്കും റിപ്പോർട്ട് കൈമാറി. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. 24 കൊല്ലം. വാർത്തകൾ തുടരുന്നു. പാലം നിർമ്മാണത്തിനായി ആകെയുള്ള കിടപ്പാടവും വസ്തുവും വിട്ടു നൽകിയതിന്റെ പേരിൽ തെരുവിലിറങ്ങേണ്ട ഗതികേടിൽ ഒരു കുടുംബം. കൊല്ലം കാവനാട് മീനത്തുംചേരി സ്വദേശി ജൂലി ജാക്സണും കുടുംബത്തിനുമാണ് ദുരനുഭവം. നാടിന്റെ വികസനത്തിനായി നൽകിയ വസ്തുവിന്റെ നഷ്ടപരിഹാര തുക പൂർണ്ണമായും ലഭിക്കാത്തതാണ് പ്രധാന പ്രശ്നം. തകർന്നു വീഴാറായ വാടക വീട് വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് ഇന്നിവർ. കൊല്ലത്തെ ഫാത്തിമ ഐലൻഡ്, അരുളപ്പൻ തുരുത്ത്, കണക്കൻ തുരുത്ത്, പുത്തൻ തുരുത്ത് എന്നിവിടങ്ങളിലെ 150ഓളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് കാവനാട് മുക്കാട് നിന്നും അഷ്ടമുടിക്കായലിനു കുറുകെ നാട്ടുകാരുടെ പിന്തുണയോടെ പാലം ഒരുങ്ങിയത്. തുരുത്തു നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ച് MLA ആയിരുന്ന വിജയൻ പിള്ളയുടെ ഇടപെടലിലാണ് പാലമെത്തിയത്. 13 കോടി ചെലവിൽ പാലമെത്തി. വീടും വസ്തുവും നഷ്ടപ്പെടുന്നവർക്ക് പകരം സംവിധാനം ഗുണഭോക്തൃ കമ്മിറ്റി ഒരുക്കണമെന്നായിരുന്നു തീരുമാനം. ജൂലി ജാക്സൺ ആകെയുള്ള 4.5 സെന്റിൽ 2 സെന്റിലധികം നിർമ്മാണത്തിനായി നൽകി. പകരം 4 ലക്ഷം രൂപയും വീടും ഒരുക്കി നൽകുമെന്നായിരുന്നു ഗുണഭോക്തൃ കമ്മിറ്റിയുടെ ഉറപ്പ്. വർഷമേറെ പിന്നിട്ടിട്ടും ഉറപ്പ് പാലിക്കപ്പെട്ടില്ല. ഇവിടെ പാലം വരുന്നു, റോഡ് വരുന്നു, അതിന് ഞങ്ങളായിട്ട് ഒരു തടസ്സം വേണ്ട, നല്ലൊരു കാര്യമല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മളത് ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങിക്കൊടുത്തിട്ട് ഇപ്പം 3 വർഷമായി. ഈ 3 വർഷം കൊണ്ട് എനിക്കൊരു ഭവനം തരാൻ അവരെ കൊണ്ട് ഇതുവരെ പറ്റിയില്ല. 6 മാസത്തെ കാലാവധിയിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടിപ്പോൾ വർഷം 3 ആയി. പാലം പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴും വീടിന്റെ തറ മാത്രമാണ് ബാക്കി. എനിക്ക് എൻ്റെ ഭവനം വേണം, എൻ്റെ ഭവനത്തിൻ്റെ പണി തീർത്ത് എനിക്ക് അതിനകത്ത് കിടക്കണം. അത് ഇവർ ചെയ്തു തന്നില്ലെങ്കിൽ ജനങ്ങൾ ആരെങ്കിലും എന്നെ സഹായിച്ച് എൻ്റെ ഭവനം എനിക്ക് പൂർത്തിയാക്കി തരണം. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. ഞാനൊരു രോഗിയാണ്. പണം പിരിഞ്ഞു കിട്ടാത്തതാണ് കാരണമെന്ന് ഗുണഭോക്തൃ കമ്മിറ്റി ന്യായീകരിക്കുന്നു. വലിയ വസ്തു ഉടമകളായിട്ടുള്ള ചിലർ ഞങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞതിൽ നിന്ന് അവർ വ്യതിചലിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധി ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെ ഞങ്ങൾക്ക് വലിയ ലക്ഷക്കണക്കിന് രൂപ തന്നിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഈ സാമ്പത്തിക പ്രശ്നം ഞങ്ങൾ എത്രയും മുൻപേ തന്നെ പരിഹരിക്കുമായിരുന്നു.
ആകെയുള്ള വീടും സ്ഥലവും നാടിനായി സമർപ്പിച്ച ജൂലി ജാക്സണും കുടുംബവും ഇന്ന് കയറിക്കിടക്കാൻ കിടപ്പാടം പോലുമില്ലാത്ത അവസ്ഥയിലാണ്. ആർ അരുൺരാജ്, 24 കൊല്ലം. ഇടുക്കി മാട്ടുപ്പെട്ടിയിൽ ജലവിമാനം ഇറങ്ങിയത് അതീവ പരിസ്ഥിതി ലോല മേഖലയിലെന്ന് വനം വകുപ്പിന്റെ റിപ്പോർട്ട്. പ്രദേശത്ത് സീപ്ലെയിൻ സർവീസ് നടത്തിയാൽ മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. ഇടുക്കി ജില്ലാ കളക്ടർക്കാണ് മൂന്നാർ ഫോറസ്റ്റ് ഓഫീസർ റിപ്പോർട്ട് നൽകിയത്. സീപ്ലെയിനെ ചൊല്ലിയുള്ള തർക്കം തുടരുകയാണ്. മാട്ടുപ്പെട്ടി റിസർവോയറിലെ ലാൻഡിങ്ങിനെതിരെ വനം വകുപ്പാണ് രംഗത്തെത്തിയത്. 3 ദേശീയോദ്യാനങ്ങളുള്ള സ്ഥലത്ത് കാട്ടാനകളുടെ സാന്നിധ്യം കൂടുതലാണ്. ഇവിടെ സീപ്ലെയിൻ പറന്നിറങ്ങുമ്പോൾ ആനകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ. ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതിയോടുകൂടി മാട്ടുപ്പെട്ടി ഡാമിനോട് ചേർന്ന മറ്റൊരിടത്ത് വിമാനമിറക്കാമെന്നും വനംവകുപ്പ് നിർദ്ദേശിച്ചു. ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ട് ടൂറിസം വകുപ്പിന് കൈമാറും. സീപ്ലെയിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകളും നേരത്തെ രംഗത്തെത്തിയിരുന്നു. കേരളത്തിന്റെ ടൂറിസം കുതിപ്പിന് മുതൽക്കൂട്ടാവുന്ന സീപ്ലെയിനെതിരെ LDF-നകത്ത് 2 അഭിപ്രായമുണ്ട്. എതിർപ്പുകളെ അവഗണിച്ച് പദ്ധതി നടപ്പാക്കാനാണ് ടൂറിസം വകുപ്പിന്റെ തീരുമാനം. 24 കൊച്ചി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പരീക്ഷാ നടത്തിപ്പിൽ മാറ്റം വരുത്തി സർക്കാർ. കടുത്ത പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടാണ് പ്രിലിമിനറി പരീക്ഷ ഒറ്റ ദിവസം കൊണ്ട് നടത്താനുള്ള തീരുമാനം. പരീക്ഷകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മീഷൻ കമ്മിറ്റി രൂപീകരിച്ചു. റിവ്യൂ ഓഫീസർ അസിസ്റ്റന്റ് പരീക്ഷകൾ 2 ദിവസങ്ങളിലായി നടത്തുന്നതിനെതിരെ ഉദ്യോഗാർത്ഥികൾ തെരുവിൽ പ്രതിഷേധിക്കുകയാണ്. പരീക്ഷകൾ ഒറ്റ ദിവസം കൊണ്ട് നടത്തണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ തീരുമാനത്തിൽ നിന്ന് ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്മാറി. പ്രിലിമിനറി പരീക്ഷ ഒറ്റ ദിവസം കൊണ്ട് നടത്തുമെന്നാണ് പുതിയ അറിയിപ്പ്. പരീക്ഷയെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തി തീരുമാനങ്ങളെടുക്കാൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പരീക്ഷകളിലെ ആശങ്കകൾ പരിഹരിക്കാൻ കമ്മീഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും. PSCയുടെ വെബ്സൈറ്റിലൂടെ അറിയിപ്പ് ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതികരണം. പരീക്ഷാ തീയതി ഉടൻ പ്രസിദ്ധീകരിക്കുമെന്ന് പ്രയാഗ്രാജ് ജില്ലാ മജിസ്ട്രേറ്റ് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചു. 24 ഡൽഹി. ഇടവേള. You are watching 24. You are watching 24. കൂടുതൽ വാർത്തകളിലേക്ക്. രാജസ്ഥാനിൽ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിനായവില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ മർദ്ദിച്ചതിന് പിന്നാലെയാണ് സംഘർഷങ്ങൾക്ക് തുടക്കമായത്. സംഭവത്തിൽ നരേഷ് മീണയെ അറസ്റ്റ് ചെയ്തു. രാജസ്ഥാനിലെ ഡിയോളി ഉനിയാര മണ്ഡലത്തിൽ ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിനിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് അമിത് ചൗധരിയെ മർദ്ദിച്ച കേസിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നരേഷ് മീണ അറസ്റ്റിലായത്. അറസ്റ്റിന് പിന്നാലെ നരേഷ് മീണയുടെ അനുയായികൾ പോലീസിനെ ആക്രമിച്ചു. അലിഗഡ് റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാർ നിരവധി വാഹനങ്ങൾക്ക് തീയിട്ടു. പ്രദേശത്ത് സംഘർഷ സാഹചര്യം തുടരുകയാണ്. 3 പേരെ വോട്ട് ചെയ്യാൻ അനുവദിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ചാണ് നരേഷ് മീണ SDMനെ മർദ്ദിച്ചത്. തുടർന്ന് സംരവത ഗ്രാമത്തെ ഉനിയാര താലൂക്കിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ഇന്നലെ രാത്രി പോലീസിന് നേരെ കല്ലെറിഞ്ഞ പ്രതിഷേധക്കാർ നിരവധി വാഹനങ്ങൾ കത്തിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന നരേഷ് മീണ സ്വതന്ത്രനായി മത്സരിച്ചതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഭാരതീയ ആദിവാസി പാർട്ടിയുടെ പിന്തുണയോടെയാണ് നരേഷ് മീണ മത്സരിച്ചത്. 24 ഡൽഹി. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ അർജന്റീനയും ബ്രസീലും ഇന്നിറങ്ങും. ബ്രസീലിന്റെ മത്സരം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30-ക്കും അർജന്റീനയുടെ മത്സരം 5 മണിക്കുമാണ്. യുവേഫ നേഷൻസ് ലീഗ് മത്സരങ്ങളിൽ ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഇറ്റലി ടീമുകളും ഇന്നിറങ്ങും. 2026 ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതയ്ക്ക് തൊട്ടരികെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന. 10 കളിയിൽ 22 പോയിന്റുമായി ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ 1-ാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്ക് 8 മത്സരങ്ങൾ ശേഷിക്കെ 4 പോയിന്റ് കൂടി മതി യോഗ്യത ഉറപ്പിക്കാൻ. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ പരാഗ്വേയാണ് ലിയോണൽ മെസ്സിയുടെയും സംഘത്തിന്റെയും എതിരാളികൾ. അവസാന കളിയിൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ ബൊളീവിയയെ എതിരില്ലാത്ത 6 ഗോളിന് തകർത്തതിന്റെ കരുത്തുമായാണ് ആൽബി സെലസ്റ്റകളുടെ വരവ്. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിന്റെ എതിരാളികൾ വെനിസ്വേല. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30-ക്കാണ് മത്സരം. എല്ലാ ലോകകപ്പിലും കളിച്ച ഒരേ ഒരു ടീമായ ബ്രസീലിന് ആ റെക്കോർഡ് നിലനിർത്താൻ തുടർജയങ്ങൾ അനിവാര്യം. 16 പോയിന്റുമായി നിലവിൽ 4-ാം സ്ഥാനത്താണ് കാനറുകൾ.
റാഫീനിയയും വിനീഷ്യസ് ജൂനിയറും ക്ലബ് ഫുട്ബോളിലെ മിന്നും പ്രകടനങ്ങൾ ദേശീയ കുപ്പായത്തിലും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. യുവേഫ നേഷൻസ് ലീഗിൽ ജയം തുടരാൻ വമ്പന്മാരിറങ്ങും. മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസ് ഇസ്രായേലിനെയും ഇംഗ്ലണ്ട് ഗ്രീസിനെയും നേരിടും. ബെൽജിയം ഇറ്റലി വമ്പൻ പോരാട്ടവും ഇന്ന് രാത്രി 1:15 നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. പുതിയ പാമ്പൻ പാലത്തിലൂടെയുള്ള ട്രെയിൻ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി. 7 കോച്ചുകളുള്ള ട്രെയിൻ 80 കിലോമീറ്റർ വേഗത്തിലാണ് ഓടിയത്. ദക്ഷിണ റെയിൽവേ സുരക്ഷാ കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പരീക്ഷണയോട്ടവും വിജയിച്ച് ട്രെയിനുകളുടെ ചൂളം വിളി കേൾക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പാമ്പൻ പാലം 2.0. സദേൺ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ AM ചൗധരിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ഇതോടെ പാലം തുറക്കുന്നതിന് മുൻപുള്ള സുരക്ഷാ പരിശോധനകളെല്ലാം പൂർത്തിയായി. സേഫ്റ്റി കമ്മീഷണർ റിപ്പോർട്ട് നൽകുന്നതിന് പിന്നാലെ തന്നെ ഉദ്ഘാടന തീയതി അറിയാൻ കഴിയും. ഇന്ത്യൻ റെയിൽവേ എഞ്ചിനീയറിംഗ് ചരിത്രത്തിലെ വലിയ നേട്ടമാണ് മണ്ഡപം രാമേശ്വരം ദ്വീപിനെ ബന്ധിപ്പിക്കുന്ന ഈ കടൽപ്പാലം. 17 മീറ്റർ ഉയരമുള്ള വെർട്ടിക്കൽ സസ്പെൻഷനുള്ള കടൽപ്പാലം കപ്പലുകളുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തില്ല. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊന്ന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 2.05 മീറ്ററാണ് പാലത്തിന്റെ ദൈർഘ്യം. 18.3 മീറ്റർ നീളമുള്ള 200 സ്പാനുകളാണ് പാലത്തിലുള്ളത്. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം 535 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാമ്പൻ പാലം നിർമ്മിച്ചത്. 24 ചെന്നൈ. 24 റൗണ്ട് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.